ഹായ്, ഗുഡ് ഈവനിങ്. സർവ്വതിൻ്റെയും തലവനായ ദൈവത്തിന് നന്ദി. ഇതാണ് ഈ സിനിമയുടെ ആദ്യത്തെ ടൈറ്റിൽ കാർഡ്. ഈ സിനിമയുടെ പൂജ ഏപ്രിൽ 17 ആയിരുന്നു, 2023 ഏപ്രിൽ 17. കണ്ണൂർ ആണ്ടല്ലൂർ കാവിൽ വെച്ചിട്ടായിരുന്നു പൂജ. അന്ന് മുതൽ തുടർച്ചയായി 65 ദിവസത്തെ ഷൂട്ടിങ് കണ്ണവം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡിപ്പോയിൽ പാക്കപ്പ് പറയുന്നത് വരെ എന്താ പറയുക, സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ജോലി. എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഏത് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോഴും എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ആസിഫ് അലി, ഇതിലും ആസിഫ് അലി ഉണ്ടല്ലേ എന്നുള്ളത്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചോദിച്ച് അവരെനിക്ക് ഡേറ്റ് തരാറാണ്. അറിയാം, ആൾക്കാരിങ്ങനെ പലതും ചോദിക്കും. ആൾക്കാരിങ്ങനെ പലതും ചോദിക്കും. നമ്മളിങ്ങനെ സിനിമ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ പറയുക, കൂടുതൽ സിനിമകൾ ആസിഫായിട്ട് ചെയ്യണം, ഇനിയും ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടിയ ഒരു കൂട്ടുകെട്ടാണ് ബിജു മേനോൻ എന്ന് പറയുന്നത്. ബിജുവേട്ടൻ കുറച്ചു നേരം മുമ്പ് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. മുരുകദോസിന്റെ സിനിമ ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. പക്ഷെ വെള്ളിയാഴ്ച മുതൽ ഞങ്ങളുടെ കൂടെ അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവകൃപ കൊണ്ട് ഇപ്പോൾ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. 24 മെയ് 2024 നമ്മൾ പടം റിലീസ് ചെയ്യുകയാണ്. അടിപൊളി പടമാണെന്ന് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രെയിലർ കാണാം, എൻജോയ് ചെയ്യാം. ഹലോ, എല്ലാവരും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഈ പടത്തിൽ ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ വളരെ ഫാമിലി പോലത്തെ ആൾക്കാരുടെ സിനിമയാണിത്. എസ്പെഷ്യലി മച്ചാൻ, ജിസേട്ടൻ, പിന്നെ അരുൺചേട്ടൻ, നമ്മുടെ എല്ലാവരും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ബിൽച്ചേട്ടൻ. അപ്പോൾ എനിവേസ് ഓൾ ദ വെരി ബെസ്റ്റ്. പടത്തിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു. കലക്കൻ അവിടെ, അടിപൊളി അവിടെ. ജിസേട്ടൻ എപ്പോഴും നല്ല ഫീൽ ഗുഡ് മൂവീസിൻ്റെ ആളാണ്. എപ്പോഴും വളരെ നന്മ മാത്രം പറഞ്ഞു പോയിരിക്കുന്ന കുറേ കഥകൾ നമുക്ക് സമ്മാനിച്ചേക്കുന്ന ഒരു ഡയറക്ടറാണ്. പക്ഷേ ജിസേട്ടൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റോറി, അതിൽ ടീസറിൽ കാണുന്ന പോലത്തെ ഒരു ടെൻഷൻ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. തലവൻ്റെ കഥ അറിയാനായിട്ടും സിനിമ കാണാനായിട്ടും ഒരുപാട് സന്തോഷം. ജിസ്മാൻ്റെ പടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. കുറേ കാലം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചു. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അതുകൊണ്ട് ആ സസ്പെൻസ് ഞാൻ വിളിക്കുന്നു. ഞാനാണ് തലവൻ. ജിസന്റെ ഒരുപാട് പഴയ സുഹൃത്താണ്. അതായത് ടെലിവിഷൻ കാലം മുതലേ. പിന്നീടാണ് ജിസ്മോൻ സിനിമയിലേക്ക് എത്തിയത്. ഞാനും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ലെങ്തി റോളാണ്. ബിജുചേട്ടൻ സ്റ്റേഷനിലിരിക്കുമ്പം സാർ ചായ എന്ന് പറഞ്ഞ് ചായ കൊണ്ട് കൊടുക്കുന്നത് ഞാനാണ് തലവൻ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് സൺഡേ ഹോളിഡേനെ പറ്റിയിട്ടാണ്. എൻ്റെ ലൈഫിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് സൺഡേ ഹോളിഡേ. ഇന്നും എല്ലാവരും വന്ന് പറയുന്നത്. പേഴ്സണലി പ്രൊഫഷണലി എനിക്ക് സൺഡേ ഹോളിഡേ കൊണ്ട് ഭയങ്കര നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആസിഫ് കെയും ജിസേട്ടനും, ആസിഫ് ക ബിച്ചാട്ടൻ, ഇങ്ങനത്തെ കോമ്പിനേഷൻസ് നമ്മൾ ഒരുപാട് കണ്ട് ആസ്വദിച്ച് കുറേ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഐ എം ഷുവർ. അതുകൊണ്ട് തന്നെ തലവൻ അതിനെക്കാട്ടിലും ഒക്കെ മേളിലൊരു വലിയ ഹിറ്റാവും എന്ന് ഉറപ്പാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ദ എൻറ്റയർ ടീം. ഇതൊരു വലിയ ഹിറ്റായി മാറട്ടെ. താങ്ക് യു. ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഈ ട്രെയിലറും പാട്ടും ടീസറും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയതുപോലെ ഇതൊരു ജിസ്ജോയ് ചിത്രമല്ല എന്ന് എഴുതി കാണിച്ച് ഈ സിനിമ തുടങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴപ്പാടും എന്ന് എഴുതി തുടങ്ങിയ ആളാണ് തീ തലവന എന്നിപ്പോ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജിസന്റെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു ചോയ്സ് ആണ്. ഞാൻ ജിസിന്റെ കൂടെ ചെയ്ത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത 2 സിനിമകളായിരുന്നു. 3 സിനിമകളുണ്ട്. അതിലേറ്റവും സ്വീകാര്യത കിട്ടിയത് 2 സിനിമകളാണ്. തീർച്ചയായിട്ടും സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും. മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തിലാണുള്ളത്. രേണു ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത് എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയാം, ഇറങ്ങിയ എല്ലാ സിനിമകളും, മലയാള സിനിമകളെല്ലാം തിയേറ്ററിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത്. ഇനി ഈ സിനിമയ്ക്ക് കുറച്ചുനാൾ ഓടാനുള്ള സ്ഥലവും സൗകര്യവും ഇവിടെ വേണം. അപ്പൊ അത് കിട്ടുമെന്നും അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. എത്ര വിനീതമായ തലവൻ എന്ന നിലയിൽ ബിജുചേട്ടന് സമ്മതിക്കുമോ? ബിജുചേട്ടൻ സമ്മതിക്കുമോ ഈ പറഞ്ഞത്? അതിൽ സംശയം ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ വന്നേനെ. അങ്ങനെ വിളിച്ച് ചോദിക്കണം. ഓൾ ദി ബെസ്റ്റ് ആസിഫ്. പറഞ്ഞ പോലെ ഒരുപാട് നിറഞ്ഞോടാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിക്കട്ടെ. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ട്രെയിലറാണ്, ടീസറാണ്. ആകാംക്ഷയുടെ മുൾമുനയിലാണ്. എല്ലാ സിനിമകളിലേക്കുള്ള മാറ്റം ആശങ്കപ്പെടുത്തുന്നതാണ്.
എഴുത്തുകാരെ എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. എന്തായാലും ജിസിൻ്റെ കഴിഞ്ഞ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് സൺഡേ ഹോളിഡേ. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്ത സിനിമയാണത്. അരുൺനാരായണനായാലും ജിസ്മോനായാലും ആസിഫലിയായാലും ചേട്ടനൊക്കെ ആയാലും അപ്പോൾ സിജോയായാലും. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുള്ള സിനിമയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു വലിയ വിജയമാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു. ജിസ്, അരുൺ നാരായണൻ, പിന്നെ ആസിഫിനെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഈ കഥാപാത്രത്തിൽ നിന്ന് വെളിയെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എവിടെ വെച്ച് എന്നെ കണ്ടാലും ചിരിച്ചിട്ട് ഓടി ഒന്ന് കെട്ടിപ്പിടിക്കും. ഇന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, ദൈവം ഈ മനുഷ്യനെ കെട്ടിപ്പിടിക്കണം. കാരണം ആ കണ്ണിലുള്ള ആ തീ ഉണ്ടല്ലോ, ഇപ്പോഴും പോലീസാണെന്ന് വിചാരം. അതിൽ നിന്ന് ജിസ് അദ്ദേഹത്തിനെ ഒരു പോലീസാക്കി മാറ്റിയിട്ടുണ്ട്. അത് ആ ഒരു സംവിധായകന്റെ ഒരു കഴിവ് തന്നെയാണ്. ഒരു കഥാപാത്രത്തിനെ റിയലായിട്ട് അവതരിപ്പിക്കുക. അത് ഇതുവരെ ഫീൽ ഗുഡ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹം നെക്സ്റ്റ് ഇതിന്റെ ട്രെയിലറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ കയ്യിന്ന് പോയി. എളുപ്പമല്ല, അമ്മാതിരി ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞങ്ങളാണ് ഇതിന്റെ തലവൻ. നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ്. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പരിപാടി മലയാള സിനിമയിലേക്കുള്ള ഫസ്റ്റ് ചുവടുവെപ്പാണ്. അപ്പൊ എല്ലാവരും കൂടെ നിൽക്കണം. ചേട്ടനാണ് ഇതിന്റെ തലവൻ എന്നറിയപ്പെടുന്നത്. സത്യത്തിലേക്കും എല്ലാവരും ചോദിച്ച ചോദ്യമുണ്ട്. തലവൻ ജിസ് ചേട്ടനാണ്. സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ എഴുതിയ പുള്ളി വെട്ടിത്തിരുത്തി, ദേഷ്യപ്പെട്ടു, ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കി, ഞങ്ങൾ തർക്കിച്ചു. അവസാനം ഞങ്ങൾ കീഴടങ്ങി. അപ്പോൾ എനിക്ക് ഈ പറയുന്ന ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ ജോയിൻ ചെയ്തൊരു സിനിമയായിരുന്നു. ജിസേട്ടനെ കുറെ നാളുകളായിട്ട് അറിയായിരുന്നു. ജിസേട്ടൻ്റെ പരസ്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ജിസേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മൂവിയാണ്. ഒരുപാട് ആഗ്രഹിച്ച ഒരു ആളാണ് ജിസേട്ടൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്ക് കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. സോ ആ ഒരു ആഗ്രഹമാണ് ഈ ഒരു ചിത്രത്തിൽ സഫലമായിരിക്കുന്നത്. ആസിഫിക്കൻ്റെ കൂടെയാണെങ്കിലും ബിജേട്ടൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ജിസേട്ടനായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു ട്രെയിലർ കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ്. അതിൻ്റെ മുന്നിൽ എഴുതി കാണിക്കാറുണ്ട് യൂസ് യുവർ ഇയർഫോൺസ് ഫോർ ദി ബെസ്റ്റ് എക്സ്പീരിയൻസ്. പക്ഷേ ഈ PVR തിയേറ്ററിനുള്ളിൽ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ നമ്മളത് അർഹിക്കുന്ന എല്ലാ ടെക്നിക്കൽ ഫിനസോടും കൂടി നമുക്ക് കാണാൻ ഇവിടെ വേദി ഒരുക്കിയ ജിസ്സിനും അരുൺ നാരായണനും അതുപോലെ സിജോയ്ക്കും നിങ്ങൾ ചെയ്തത് ഇതിൻ്റെ ടെക്നീഷ്യൻസിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ആദരവാണ്.